ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർക്കാണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മീൻ വറുത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഏത് മീനും നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അടു എന്ന് പറയുന്ന ഒരു മീനാണ്. ഇവിടെയൊക്കെ അടു എന്നാണ് പറയുക. ഇനി അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മീൻ വറുക്കാൻ നല്ല മീനാണ് കേട്ടോ. വെക്കാൻ അത്ര കൊള്ളത്തില്ല, പക്ഷെ വറുക്കാൻ നല്ല മീനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം തന്നെ നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ഇതിൻ്റെ തൊലിയൊക്കെ പൊളിക്കേണ്ട ടൈപ്പ് ഒരു മീനാണ് കേട്ടോ. അപ്പോൾ അത് വെട്ടണതിന് മുമ്പ് കാണിക്കാൻ വീട്ടിലെടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ മീൻ ഏതാണെന്നുള്ളതല്ല, നമ്മളിതിനകത്ത് മസാലക്കൂട്ടാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/2 കിലോ മീനാണ് കേട്ടോ. ഒരു 8-9 മീനുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇത്തിരി അധികം ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം എരിവുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ സാധാരണ ഇറച്ചിക്കൊക്കെ നമ്മൾ പെരിഞ്ജീരകം ചേർക്കാറുണ്ട്. പക്ഷേ മീൻ വറുക്കാൻ നേരത്തെ ഇതൊന്ന് ചേർത്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ചിലർ എണ്ണയൊക്കെ ചേർക്കാറുണ്ട്. എണ്ണ അങ്ങനെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനതങ്ങനെ ചേർക്കാറില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ അന്നേരം നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം മീനിലേക്ക് പിടിക്കും. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിതെടുക്കാം. അപ്പോൾ സമയം അപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകിൽ നമുക്ക് മീൻ വറുക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എങ്കിൽ ഇതുപോലത്തെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ അല്ല വാർക്കയുടെ ചട്ടി ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിനകത്തൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ടേസ്റ്റ് കിട്ടണതും നന്നായിട്ട് മൊരിഞ്ഞു വരുന്നതും ഇതുപോലത്തെ ചട്ടികളിലാണ്. അപ്പോൾ ഇതൊരു അലുമിനിയത്തിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഹെൽത്ത് പ്രശ്നം വരുവാണെങ്കിൽ അലുമിനിയം അത്ര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. പക്ഷേ മീൻ ഡ്രൈ ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്രമാണ് നല്ലതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നതിനായിട്ടുള്ള അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില എടുത്ത് ഇതുപോലെ മുകളിൽ കൂടി ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഇത് ചിലർ അടിയിലിടുന്നവരുണ്ട്, ചിലർ മുകളിൽ ഇടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഈ അടിയിലിടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ അടിയിടുമ്പോൾ എനിക്ക് അത്ര അങ്ങ് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കതിലും കൂടുതൽ നന്നായിട്ട് തോന്നിയത് ഇങ്ങനെ മുകളിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മീനിന് കിട്ടുക. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നു കഴിയുമ്പം സാധാരണ മീൻ വറുക്കണവർക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്